പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ പൂന്തോട്ടത്തിൽ വിരിഞ്ഞു വളരുന്ന നർമ്മപുഷ്പമാണ് നമ്മുടെ സ്വർഗീയ മധ്യസ്ഥയായ കൊച്ചു ത്രേസ്യ. ഞാൻ സ്വർഗത്തിൽ നിന്നും റോസാപുഷ്പങ്ങൾ വർഷിക്കുമെന്ന് പറഞ്ഞ കൊച്ചു ത്രേസ്യയുടെ നറുപുഷ്പങ്ങളായി വിടരുന്ന പ്രിയ കൂട്ടുകാരെ, കൊച്ചു ത്രേസ്യയെ വിശുദ്ധയായി നാമകരണം ചെയ്തതിൻ്റെ 100-ാം വാർഷികം തിരുസഭ ആഘോഷിക്കുമ്പോൾ നമ്മുടെ പയസ് യൂണിയൻ വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും പരിമളം വീശിക്കൊണ്ട് 90-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഈശോയെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി 1936 ദേവദാസനായ ബെൻസിഗർ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം കുട്ടികളുമായി കാർമൽ മൊണാസ്ട്രിയിൽ പരിശുദ്ധ പിതാവിൻ്റെ അംഗീകാരത്തോടുകൂടി പയസ് യൂണിയൻ എന്ന മതബോധന സംഘടന രൂപം കൊണ്ടു. നിരവധി മക്കൾ ഈശോയെ അറിഞ്ഞും അനുഭവിച്ചും ഈ വഴിയിലൂടെ കടന്നുപോയി. ആത്മീയ കാര്യങ്ങളോടൊപ്പം കലാകായിക കാര്യങ്ങളിലും കുട്ടികളെ വളർത്തുവാൻ പയസ് യൂണിയൻ ശ്രദ്ധ പതിപ്പിച്ചു. ബെൻസിഗർ പിതാവിൻ്റെ ചുവടും തീക്ഷ്ണതയും പിന്തുടർന്ന് നിരവധി കർമ്മലീത്ത സന്യാസികളുടെ നേതൃത്വം ഇവിടെ കടന്നുപോയ കുട്ടികളിൽ അറിവ് പകരാനും നേർവഴി കാണിച്ചു കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഇന്നും പയസ് യൂണിയൻ സംഘടന വിശ്വാസത്തിൻ്റെ ദീപം തെളിയിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. ഈ നന്മ മരത്തിൻ്റെ ഭാഗമായതിൽ നമുക്ക് അഭിമാനിക്കാം.